കഴിഞ്ഞ ദിവസം സലീംകുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ അദ്ദേഹം മരണപ്പെട്ടൊരു വാർത്ത ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ശാരീരിക അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ അമൃത ആശുപത്രി പ്രവേശിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. ഹൃദയാഘാതമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണമെന്ന് പറയപ്പെടുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 56 വയസ്സായിരുന്നു പ്രായം. അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ എന്നതുപോലെ തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പല സിനിമാ താരങ്ങളും തങ്ങളുടെ കരിയറിനെ ബാധിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് രാഷ്ട്രീയം തുറന്നു പറയാൻ മടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചങ്കുറ്റത്തോടെ തൻ്റെ സ്വന്തം നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. സലീംകുമാറിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം കടുത്ത ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അദ്ദേഹം വെറും ഒരു അനുഭാവി മാത്രമായിരുന്നില്ല, പാർട്ടിക്ക് വേണ്ടി പരസ്യമായി വോട്ട് ചോദിക്കാനും പ്രചാരണ രംഗത്തിറങ്ങാനും അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയമെന്നത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളിലെല്ലാം അയാളുടെ പ്രതികരണങ്ങൾ കൃത്യവും വ്യക്തവുമായിരുന്നു. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനെ ശ്വാസം മുട്ടിച്ചു കൊന്ന സമയത്തും ലക്ഷദ്വീപ് നിവാസികൾക്കെതിരെ കേന്ദ്രം കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമയത്തുമെല്ലാം അദ്ദേഹം തൻ്റെ ശക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ പശുവിൻ്റെ പേര് നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെയും ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ട സംഭവത്തിലും ഭരണകൂടത്തിനെതിരെ പരസ്യമായി തന്നെ അദ്ദേഹം തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ആ മനുഷ്യൻ മരണക്കിടക്കയിൽ കിടന്ന ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മരണത്തെ ആഘോഷമാക്കിയ ചില ആളുകളുടെ കമൻറ്റുകൾ കാണാൻ സാധിച്ചു. അവരൊക്കെ മനുഷ്യനാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആ കമൻ്റ് ഇട്ട് ആഘോഷിക്കുന്നവർ നാളെ മരണപ്പെട്ടു പോകേണ്ടവനാണെന്നുള്ള ചിന്ത പോലും അത്തരം ആളുകൾക്കില്ല. ഇനി അദ്ദേഹത്തിൻ്റെ മതപരമായ നിലപാടുകളിലേക്ക് വരാം. തികച്ചും മതേതരത്വവും മാനവികതയിൽ ഊന്നിയതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും. സലീംകുമാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പേര് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ചിറ്റാറ്റുവരെ LP ചെന്നപ്പോൾ എന്താ കുട്ടിയുടെ പേര് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സലീം എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ പറ്റില്ലല്ലോ, അത് കാരണം കുട്ടി ഹിന്ദു അല്ലേ, ഇത് പേര് കേട്ടാൽ മുസ്ലിങ്ങളൊക്കെ പോലിരിക്കുന്നു. അപ്പോൾ അച്ഛനും യാതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുട്ടിയുടെ പേരിന് കൂടി കുമാറും കൂടി ചേർത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദു ആക്കി. അതായത് 5ാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിമായിരുന്നു. 5ാം ക്ലാസ് ശേഷം ഞാനങ്ങനെ വിശാല ഹിന്ദുവായി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ ഒരു നവോത്ഥാന നായകനായിരുന്നു. അതിന് മാതൃകയെന്നോണം അദ്ദേഹം തൻ്റെ മകൾക്കിട്ട പേര് ഐഷ എന്നായിരുന്നു. ആ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിവെച്ച ഈ മതേതരത്വവും ജാതിരഹിതവുമായ ആശയങ്ങൾ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് നടൻ സലീംകുമാറിൻ്റെ പേരിന് പിന്നിലെ കഥ. ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സമൂഹം സ്വപ്നം കണ്ട സഹോദരൻ അയ്യപ്പൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടമായ അന്നത്തെ ഈഴവ കുടുംബങ്ങൾ തങ്ങളുടെ മക്കൾക്ക് ജാതി തിരിച്ചറിയാൻ കഴിയാത്ത വിധം സലീം, നൌഷാദ് തുടങ്ങിയ പേരുകൾ നൽകിയിരുന്നു. ഈ മാതൃക പിന്തുടർന്നാണ് സലീംകുമാറിൻ്റെ പിതാവ് ഗംഗാധരൻ അദ്ദേഹം തൻ്റെ മകന് സലീം എന്ന് പേരിട്ടത്. ചിറ്റാറ്റുപുഴ LP സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയ സമയത്ത് സലീം എന്നത് ഒരു മുസ്ലിം പേരാണല്ലോ എന്ന് അധ്യാപകൻ ചോദിക്കുകയുണ്ടായി. തുടർന്ന് അച്ഛൻ കുമാർ എന്ന പേര് കൂടി ചേർക്കുകയായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ് വരെ മുസ്ലിം പേരുള്ള ആളായിരുന്ന താൻ പിന്നീട് വിശാല ഹിന്ദുവായി മാറിയെന്ന് സലീംകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സലീംകുമാറിന് ദേശീയ പുരസ്കാരം വാങ്ങിക്കൊടുത്ത ഒരു സിനിമയാണ് ആദമിൻ്റെ മകൻ അബു എന്ന് പറയുന്നത്. ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്ന അത്തറ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു പാവ മനുഷ്യൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. സെൽഫി എടുത്തും റീൽസ് ചെയ്തും ഇന്ന് ചിലർ ഹജ്ജും ഉംറയും ഒരു ആഡംബര യാത്രയാക്കി മാറ്റുമ്പോൾ മറുവശത്ത് തൻ്റെ സ്വന്തം വീടിൻ്റെ മുറ്റത്തെ പ്ലാവ് വെട്ടിവിറ്റ പൈസ അത് ഹലാലാണോ എന്ന് തീർത്ഥാടനം വേണ്ടെന്ന് വെച്ച അബു എന്ന അത്തറ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ കഥ. ഇന്ന് ആത്മീയതയെ ഒരു വലിയ ബിസിനസ്സാക്കി മാറ്റുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് സലീംകുമാറിൻ്റെ ആദമിൻ്റെ മകൻ അബു എന്ന ആ സിനിമ നമ്മോട് കാണിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും നിർബന്ധിതമായ എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ശാരീരികമായും സാമ്പത്തികമായും ശേഷിയുള്ളവർ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മം, അതും തൻ്റെ ചുറ്റുമുള്ളവരോടുള്ള ബാധ്യതകൾ തീർത്തതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒന്ന്. ആത്മീയമായ എല്ലാ പരിശുദ്ധിയോടും കൂടി ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ധാരാളം വിശ്വാസികൾ നമുക്ക് ചുറ്റുമുണ്ട്.
എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ചില ആളുകൾ ഇതിനെ ഒരു ആത്മീയ കച്ചവടത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ചുറ്റുമുണ്ട്. കുടുംബത്തോടും നാടിനോടുമുള്ള സ്വന്തം ബാധ്യതകൾ പോലും മറന്ന് ആഡംബരത്തോടുകൂടി ഒന്നിലധികം തവണ ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ ഒട്ടും കുറവല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹജ്ജ് കർമ്മത്തിനായി ഒരു വിശ്വാസി നടത്തേണ്ട ആത്മീയവും മാനസികവുമായ ഒരുക്കങ്ങളെ എത്രമാത്രം യഥാർത്ഥ ബോധത്തോടെയാണ് ആദമിൻ്റെ മകൻ അബു എന്ന ആ ഒരു മലയാള സിനിമ ദൃശ്യവൽക്കരിച്ചത്. ഹജ്ജ് എന്നത് കേവലം ഒരു യാത്രയല്ല, മറിച്ച് ശരീരവും മനസ്സും സമ്പത്തും ഒരുപോലെ ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥനിലേക്ക് അടുക്കുന്ന ഉദാത്തമായൊരു പ്രക്രിയയാണ്. ചിത്രത്തിൽ സലീം കുമാർ നൽകിയ അബു എന്ന ആ അത്തർ കച്ചവടക്കാരൻ ഇതിനെ ജീവിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഹജ്ജിനുള്ള പണം കണ്ടെത്താൻ അബു അതിൽ കുറുക്ക് വഴികളോ മറ്റോ തെറ്റായ മാർഗങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. നേരെ മറിച്ച് താൻ വർഷങ്ങളായി ഉണ്ടാക്കിയ സമ്പാദ്യം അത് പൂർണ്ണമായും ഹലാലായ വഴിയിലൂടെ അതുമാത്രമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം കാണിക്കുന്ന ജാഗ്രത ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അന്തസ്സും ഭയഭക്തിയും കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. താൻ അറിയാതെ പോലും ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം അബുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐഷുമ്മയും യാത്ര ചോദിക്കുന്നതും മാപ്പിരക്കുന്നതുമെല്ലാം ചിത്രത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗങ്ങളാണ്. കടങ്ങൾ വീട്ടിയും ശത്രുതയുള്ളവരോട് പോലും ക്ഷമിച്ചും എല്ലാവരോടും സ്നേഹത്തോടെ യാത്രയാവാനും ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശം ആ സിനിമ നൽകുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ ബാധ്യതകൾ തീർക്കാതെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അത് കാണാതെ അയൽപ്പക്കത്ത് വിവാഹം കഴിയാത്ത ആ പെൺകുട്ടികളുടെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും അത് ഗൗനിക്കാതെ നാട്ടുകാരോട് വാങ്ങിയ കടം വീട്ടാതെ ഒന്നിലധികം തവണ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതിൽ എന്തെങ്കിലും പുണ്യമുണ്ടോ? ഒരു പുണ്യവുമില്ല. ഇതോടൊപ്പം നമുക്കറിയാം, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് വർഷക്കാലം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് തൻ്റെ ജീവിതത്തിലെ ആയുസിൻ്റെ പകുതിയിലധികം നഷ്ടപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദുമായി വലിയ രീതിയിലുള്ള സ്നേഹബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് തീവ്രവാദിയല്ല എന്നും അദ്ദേഹം വർഷങ്ങളോളം നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണെന്നും സലീം കുമാർ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മഅദനിയെ പോലെയുള്ളവരെ കേൾക്കാൻ സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നും സലീം കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. PDP സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ വേദിയിൽ നിന്നുകൊണ്ട് സലീം കുമാർ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സന്തോഷം. പക്ഷേ ഞാനിവിടെ വരാൻ കാരണമല്ല, അവാർഡ് ഒരുപാട് കിട്ടി. ഏകദേശം ഒരു 5 വർഷത്തോളം അവാർഡിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോണിന്റെ മറുതരക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ അബ്ദുൽ നാസർ മഅദനിയാണ്, സലീം കുമാറിൽ ഏത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു സ്വപ്ന ലോകത്തിലേക്ക് എന്ന പോലെയായിരുന്നു അവിടെ. കാരണം അദ്ദേഹം എന്നെ വിളിക്കുമെന്നോ, ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്നതല്ലാതെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സിനിമ നിർമ്മിച്ചു എന്നറിയാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. ആ സിനിമ ഒരു ദളിത് പക്ഷം സംസാരിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്നറിയിക്കാൻ വേണ്ടി വിളിച്ചാണെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. കാരണം ഒരു ദളിതന്റെ സിനിമയായിട്ട് ഞാൻ നടക്കാൻ തൊട്ട് 3 കൊല്ലമായി ഒന്ന് തിയേറ്റർ കാണിക്കാൻ വേണ്ടി. ആദ്യമായിട്ടാണ് ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ ബാംഗ്ലൂരിൽ എനിക്ക് വീശിയത്. ആദ്യമായിട്ടാണ് എന്നെ അഭിനന്ദിച്ചതാണ്. താൻ ചെയ്ത കുറ്റം എന്തെന്നറിയാതെ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ കണ്ണു നനഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇപ്പോഴും അടിയുറച്ച് പറയുകയാണ്, ഞാൻ വന്നത് ഈ അവാർഡ് വാങ്ങാനല്ല, അദ്ദേഹത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ അവാർഡിന്, ഈ സ്നേഹാദരങ്ങൾക്ക് നന്ദിയുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ടും അടുത്ത വർഷം നമ്മളെല്ലാവരും അദ്ദേഹവും കൂടുന്ന ഈ വേദിയിൽ ഞാൻ ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പും നൽകിക്കൊണ്ട് തൽക്കാലം 5 മിനിറ്റാണ് എനിക്ക് അനുവദിച്ച സമയം. എങ്കിലും ഞാൻ എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കേണ്ട. കണ്ടില്ലേ, ഇതാണ് അദ്ദേഹത്തെ മറ്റുള്ള സിനിമാ നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റുന്നത്. തൻ്റെ കരിയറിനെ ബാധിക്കുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിലപാടുകൾ അതാരെയും പൈക്കാതെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. സലീം കുമാർ എന്ന ആ മഹാനടന് ആദരാഞ്ജലി അർപ്പിക്കുന്നു.